ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂള് തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്നത് എല്ലാ മൊഡ്യൂൾസും എല്ലാ വീഡിയോസും നിർബന്ധമായിട്ടും കേൾക്കണം. ആകെ കുറഞ്ഞ സമയത്തിൻ്റെ വീഡിയോസേ ഉള്ളല്ലോ. ഇനി നമ്മൾ തേർഡ് മൊഡ്യൂളാണ് എടുക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസായിട്ട് അല്ലെങ്കിൽ ഒരു കോറായിട്ടുള്ളൊരു ഭാഗമായിട്ടുള്ളൊരു മൊഡ്യൂളാണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതായത് ഇതിൻ്റെ തൊട്ട് മൊഡ്യൂളിൽ നമ്മൾ മുമ്പിലും മൊഡ്യൂളിൽ പറഞ്ഞു പ്രിൻ്റ് എഫ്, സ്കാൻ എഫ്, ഗെറ്റ് സി, പുട്ട് സി. അതിനെക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഒന്നുകൂടി ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഒരു സിമ്പിൾ പ്രോഗ്രാം, പിന്നെ ഫ്ലോ ഓഫ് കൺട്രോൾ, അതായത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈഫ് എൽസ്, അതായത് സ്വിച്ച് കേസ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. പിന്നെ ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്, സ്കിപ്പിങ്, ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. അതോടുകൂടി ഈ മൊഡ്യൂൾ തീരും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഫസ്റ്റ്, ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇൻപുട്ട് മീൻസ് ടു പ്രൊവൈഡ് എ പ്രോഗ്രാം ടു സം ഡാറ്റ ടു യൂസ് ഇറ്റ്. നമ്മൾ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പ്രോഗ്രാമിലോട്ട് നമ്മൾ ഡാറ്റ ഇൻപുട്ടായി നമ്മൾ കൊടുക്കുന്നതിനാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കീബോർഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഡാറ്റ നമ്മൾ പ്രോഗ്രാമിലോട്ട് കൊടുക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ഇൻപുട്ട് എന്ന് പറയാം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to mean to display data on the screen or write data on screen or ഡാറ്റ ഒരു ഫയലിലോട്ടോ അല്ലെങ്കിൽ സ്ക്രീനിലോട്ടോ ഡാറ്റ ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ചിലപ്പോൾ സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഫയലിൽ റൈറ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ പ്രിൻ്റർക്ക് കൊണ്ടുവരുമായിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് എന്ന് പറയും. The C program provides statement library function to read any input and display output. While deal with the input-output operation in C following two streams. നമുക്ക് ഡാറ്റ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് രണ്ട് സ്ട്രീമാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്ട്രീമും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് സ്ട്രീമും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. സ്റ്റാൻഡേർഡ് ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, STD ഇൻ എന്ന് പറയും, മറ്റേ STD ഔട്ട് എന്ന് പറയും. രണ്ടും സ്ട്രീം ഫങ്ഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹെഡർ ഫയലാണ്. stdio.h എന്നുള്ള ഹെഡർ ഫയൽ നമ്മളെല്ലാ പ്രോഗ്രാമിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ പ്രോഗ്രാമിലൊക്കെ ഇൻക്ലൂഡ് stdio.h എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹെഡർ ഫയലിലെ ഏതെങ്കിലും ഒരു ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് stdio.h എന്നുള്ള കൊടുക്കണം. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തായാലും നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പം ഈ ഹെഡർ ഫയലിൽ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, മെയിനായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ഫങ്ഷൻസ്, സ്കാൻ ഫങ്ഷന്, ഗെറ്റ് കാർ, പുട്ട് കാർ, അതേപോലെ തന്നെ ഗെറ്റ്സ് ആൻഡ് പുട്ട്സ്. ഇങ്ങനെ ഒരു 6 ഫങ്ഷൻസാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് വരുന്നത്. അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, പ്രിൻ്റ് എഫ്. ദ പ്രിൻ്റ് ഫങ്ഷൻ ഈസ് ദ മോസ്റ്റ് യൂസ്ഫുൾ ഫങ്ഷൻ ഇൻ ദി C ലാംഗ്വേജ്. പ്രിൻ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് C പ്രോഗ്രാമിൽ. നമ്മളെല്ലാ പ്രോഗ്രാമിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പ്രിൻ്റ് എഫ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. This function is defined in stdio.h header file used to show output of the console. ഈ printf എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത് stdio.h എന്നുള്ള ഹെഡർ ഫയലാണ് ഇതുള്ളത്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ printf എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിലെ ഒരു പ്രോഗ്രാം കാണാം, പ്രിൻ്റ് എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാമെന്നില്ല നമുക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് stdio.h എന്നുള്ള ഹെഡർ ഫയൽ ഡിക്ലെയർ ചെയ്യണം. കാരണം നമ്മൾ അതിലെന്തുണ്ട്, പ്രിൻ്റ് എഫ് എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് stdio.h എന്നുള്ള ഹെഡർ ഫയൽ കൊടുക്കും. എന്നിട്ട് ഇൻറ്റ് മെയിൻ എന്ന് കൊടുക്കും. മെയിൻ ഫംഗ്ഷൻ മുതലാണ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതിൽ സിമ്പിൾ C പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പാർട്ട് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം,
ഈ മെയിനെയും ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ നമുക്കിവിടെ ഫങ്ഷൻസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, ഇപ്പോൾ പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കൊടുക്കും. പ്രിൻ്റ് എഫ് നോക്കും ഡബിൾ കൊട്ടേഷനിൽ വെൽക്കം ടു NWC. അപ്പോൾ ഈ പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് അതുപോലെ നമ്മൾ സ്ക്രീനിൽ എന്തുണ്ടാവും, പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ പേര് പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെ പേര് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് എഫ്, ഇപ്പോൾ ലാമിയൻ്റെ പേര് പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെ വരികയാണെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫ് ഡബിൾ കൊട്ടേഷനിൽ ലാമിയ എന്ന് പറഞ്ഞിട്ട് ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ റിട്ടേൺ 0 കൊടുക്കും. ഈ മുകളിൽ മെയിനിന് അവിടെ ഇൻറ്റ് എന്ന് കൊടുത്തതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ 0 എന്ന് കൊടുക്കുന്നത്. ഇതൊക്കെ എന്താണെന്നില്ല നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ സി പ്രോഗ്രാമിൽ നമ്മൾ വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഒരു സി പ്രോഗ്രാം എന്താണെന്നില്ല വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ മുമ്പ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്കൊന്ന് എന്ത് ചെയ്യാം, സിമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ പ്രോഗ്രാം പ്രകാരം എന്ത് ചെയ്യുക, വെൽക്കം ടു NWC എന്നുള്ളതായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രിൻ്റ് എഫ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. രണ്ടാമത്തെ പ്രോഗ്രാം നോക്കുക, പ്രിൻ്റ് ആൻഡ് ഇൻറ്റിജർ വാല്യൂ. ഒരു ഇൻറ്റിജർ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എക്സും വൈയും കൊടുത്തു, എക്സിലും വൈയിലും വാല്യൂ കൊടുത്തു. അത് എന്ത് ചെയ്യുക, സെഡിൽ സ്റ്റോർ ചെയ്തു. സെഡിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഒരു ഇൻറ്റിജർ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇൻറ്റ് x = 10 എന്ന് പറയും. എക്സിൽ 10 ഉണ്ട്. ഇനി നമുക്കത് പ്രിൻറ്റ് ചെയ്യണം. പ്രിൻ്റ് ഓഫ് വാല്യൂ ഓഫ് എക്സ് ഈസ് %d ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു x. അപ്പം ഈ പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞു എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതതുപോലെ പ്രിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ %d ഇതിനെ നമ്മൾ പറയാം ഫോർമാറ്റ് സ്പെസിഫയർ എന്നാണ് പറയാം. ഈ ഡീനെ മാത്രമല്ല %d പോലെ പെർസെൻറ്റേജ് വെച്ചിട്ട് വരുന്ന ഈ ലെറ്ററുകളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയാം ഫോർമാറ്റ് സ്പെസിഫയർ എന്നാണ് പറയാം. അപ്പോൾ ഫോർമാറ്റ് സ്പെസിഫയർ ഒഴികെ ബാക്കിയെല്ലാം അവിടെ അതുപോലെ പ്രിൻറ്റ് ചെയ്യും. ഫോർമാറ്റ് സ്പെസിഫയർ എന്താ മീൻ ചെയ്യുന്നത്, അങ്ങോട്ടൊരു വാല്യൂ വരാണ്ട് എന്നാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന വാല്യൂ ആണ് നമ്മൾ കോമ ഇട്ടിട്ട് ആ എക്സിൽ കൊടുത്തത്. അപ്പോൾ എക്സിൽ എന്താണോ വാല്യൂ അത് അവിടെ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്യും. ഇതിപ്പോൾ ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, %d കൊടുത്തു. %d അല്ലെങ്കിൽ %i കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരിക, വാല്യൂ ഓഫ് എക്സ് ഈസ് 10. അപ്പോൾ എക്സിൽ എന്താ ഉള്ളത്, 10 ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇനി ഇതിൻ്റെ പ്രിൻ്റ് എഫിൻ്റെ വേറൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജെൻഡറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. ജോൺസ് ജെൻഡർ ഈസ് %c എന്തായതുകൊണ്ടാണ്, ക്യാരക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, c കൊടുത്തത്. അപ്പോൾ ജോൺസ് ജെൻഡർ ഈസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, % കൊടുത്തു കഴിഞ്ഞാൽ ജെൻഡറിൽ എന്താ സ്റ്റോർ ചെയ്തത്, m ആണ്. ജോൺസ് ജെൻഡർ ഈസ് m എന്ന് വരും. %c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ വേരിയബിളിലാണ്. ഓക്കെ, ക്യാരക്ടർ വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ഇവിടെ എന്തുണ്ട്, ഡബിൾ ആൻഡ് ഫ്ലോട്ട് വാല്യൂ. ഫ്ലോട്ട് വാല്യൂ എങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോട്ട് num1 = 15.15.50 കൊടുത്തിട്ടുണ്ട്. ഡബിളിൽ num2 = പറഞ്ഞിട്ട് വലിയൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണമെന്ന് വെച്ചെങ്കിലോ, വാല്യൂ ഓഫ് num1 ഈസ് %f. ഫ്ലോട്ട് ആയതുകൊണ്ട് %f കൊടുത്തു. അടുത്തെന്താ, ഡബിളാണ്. ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LF ആണ്, ലോങ് ഫ്ലോട്ട് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് num2 ഈസ് %LF എന്നിട്ട് കോമ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയറിനെ പോലെ തന്നെ കൺവേർഷൻ ക്യാരക്ടർ അല്ലെങ്കിൽ എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞ വാല്യൂസ് ഉണ്ട്. അതായത് /n/t എന്നൊക്കെ പറഞ്ഞ് വരുന്ന സംഭവങ്ങൾ. അപ്പോൾ അതും എന്താണ്, അതുപോലെ പ്രിൻറ്റ് ചെയ്യൂല. അതിനെന്തുണ്ട്, ഒരു മീനിങ് ഉണ്ട്, അതായിരിക്കും വരിക. അപ്പോൾ ഫസ്റ്റത്തെ ലൈനിൽ നോക്കിയേ, പ്രിൻ്റ് എഫ് വാല്യൂ ഓഫ് num1 ഈസ് %f /n കൊടുത്തിട്ടുണ്ട്. ബാക്ക്വേർഡ് /n കൊടുക്കണം, ഫോർവേഡ് അല്ല. /n കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ലൈൻ ക്യാരക്ടറാണത്. അപ്പോൾ അതുവരെ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, അടുത്ത ലൈനിലോട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ജമ്പ് ചെയ്യും. മനസ്സിലായോ? അടുത്ത ലൈനിലോട്ട് എന്ത് ചെയ്യും, അവിടുന്ന് ജമ്പ് ചെയ്യും. അടുത്ത ലൈനിലോട്ട് ജമ്പ് ചെയ്തിട്ട് അടുത്ത ലൈനിലോട്ട് എന്ത് ചെയ്യും, അത് ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, പിന്നെ വരുന്നതൊക്കെ അടുത്ത ലൈനിലേക്കും പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, വാല്യൂ ഓഫ് num1 ഈസ് കോളൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, %f. num1ൽ എന്തല്ലേ 15.50 അത് വരും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ അടുത്ത ലൈനിൽ പോകും. പിന്നെ അടുത്ത വാല്യൂ എന്ത് ചെയ്യും, അടുത്ത ലൈനിൽ. ഇനി അവിടെ നമ്മൾ /n കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക, ആ വാല്യൂ ഓഫ് num1 ഈസ് എന്ന് പറഞ്ഞിട്ട് 15.500 അതിനോട് കൂടെ തന്നെ വാല്യൂ ഓഫ് num2 ഈസ് എന്ന് പറഞ്ഞിട്ട് വരും.
അതായത് അവിടെ മുതൽ അടുത്ത ലൈനിലോട്ട് വരില്ല. അടുത്ത ലൈനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്, സ്ലാഷ് എന്ന് കൊടുത്തത്. അതിന് നമ്മൾ പറയാം എസ്കേപ്പ് സീക്വൻസ് എന്നാണ് പറയാം. ഓക്കെ, ഇത് ഇതിൻ്റെ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എന്തുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത വേറൊരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, പ്രിൻ്റ് ഓഫ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ്. ഓക്കെ, ഒന്നിലധികം വാല്യൂസ് എന്ത് ചെയ്യണം, നേരെ പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നോക്കിയേ, ഇൻറ്റ് ഡേ ഈക്വൽ ടു 20, ഇൻറ്റ് മന്ത് ഈക്വൽ ടു 11, ഇൻറ്റ് ഇയർ ഈക്വൽ ടു 2021 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് വേണം, 20/11/2021 എന്ന് വരണം. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാം, ദ ഡേറ്റ് ഈസ് %d, ഒരു ഐഫൺ %d, ഐഫൺ %d, ഡബിൾ കൊട്ടേഷൻ കോമ ക്ലോസ് ചെയ്തു, കോമ, ഡേ, കോമ, മന്ത്, കോമ, ഇയർ. അപ്പോൾ എന്ത് ചെയ്യുക, ദ ഡേറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, %d. അപ്പോൾ അവർക്കുള്ള വാല്യൂ ഇവിടെ ഒന്ന് ഫസ്റ്റത്തെ വേരിയബിൾ എടുക്കും, ഡേയിൽ എന്തായാലും ഇത് 20 വരും, ഐഫൺ %d. രണ്ടാമത്തെ വേരിയബിളിൽ എന്താ വാല്യൂ നോക്കും, അതിവിടെ കൊണ്ടുവരും, മൂന്നാമത്തെ വരും, അങ്ങനെ എന്ത് ചെയ്യും, അത് പ്രിൻ്റ് ചെയ്യും. ഇനി അടുത്ത പ്രോഗ്രാം നോക്കിയേ, അത് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റായിട്ട് പോകുന്നത്, മനസ്സിലാകുന്നുണ്ടല്ലോ. അടുത്ത പ്രോഗ്രാം നോക്കിയേ, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് അല്ലേ, മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് എന്നതിൽ വരുന്നത്. ഇപ്പോൾ ഇത് നോക്കിയേ, അഡീഷൻ, ഇൻറ്റ് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 6. ഇപ്പോൾ നേരത്തെയൊക്കെ ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ, പിന്നെ അടുത്ത ഇൻറ്റ് എന്നാണ്, നമുക്ക് കോമ ഇട്ടിട്ട് വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻറ്റ് എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 6, എയിൽ 5ഉം ബിയിൽ 6ഉം കൊടുത്തു. എന്നിട്ട് %d, a+b. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു അഡീഷൻ ഓപ്പറേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലേ, a+b, ഒരു എക്സ്പ്രഷൻ ഉണ്ട്, a+b, എയിലും എത്ര ഉണ്ടാവുക, 5, ബിയിൽ 6ഉം രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 11 വരും. അപ്പോൾ %d ഔട്ട്കറിലെ വാല്യൂ ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് റിസൾട്ട് ആയിരിക്കും അവിടെ വരിക. ഓക്കെ, ഇത് വേണമെങ്കിൽ സി എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ മുകളിൽ കൊടുത്തു, പ്രിൻ്റ് എഫിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, മുകളിൽ 6 കഴിഞ്ഞതിന് ശേഷം കോമ സി കൊടുത്തിട്ടാണ് സെമിക്കോളം കൊടുത്തത്. എന്നിട്ട് എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യും, c is equal to a+b. എന്നിട്ട് പ്രിൻ്റ് എഫ് %d എന്ന് പറഞ്ഞിട്ട് കോമ a+bക്ക് പകരം സി എന്ന് പറഞ്ഞ വേരിയബിൾ നെയിം കൊടുത്താൽ മതി, അങ്ങനെയും വരും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ കുറച്ച് ഫോർമാറ്റ് സ്പെസിഫയറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് മുന്നോട്ടൊക്കെ നമുക്കിതിൻ്റെ ആവശ്യം ഉണ്ടാകും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇൻറ്റിജറിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, %d അല്ലെങ്കിൽ %i നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ക്യാരക്ടറിന് %c ആണ്, ഫ്ലോട്ടിന് %f ആണ്, ഡബിളിന് എന്താണ് %lf, ലോങ് ഫ്ലോട്ട്. അൺസൈൻഡ് ഇൻറ്റ് u, ലോങ് ഇൻറ്റിന് li കൊടുക്കും. അതേപോലെ തന്നെ അൺസൈൻഡ് ലോങ് ഇൻറ്റിന് lu കൊടുക്കും. സിംഗിൾ സൈൻഡ് ക്യാരക്ടറിനും %d ആണ്, c ആണ് യൂസ് ചെയ്യുക. അൺസൈൻഡ് ക്യാരക്ടറിനും %c ആണ്. ലോങ് ഡബിൾ, അതായത് അല്ലേ, ലോങ് ഡബിളിനും %lf ആണ് യൂസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. ഓക്കെ, അടുത്തത് സ്കാനഫ് ഫംഗ്ഷനാണ്. സ്കാനഫ് ഫംഗ്ഷനും കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ നിർത്താം കേട്ടോ. Scanf function. Scanf function is used to take input from users and store variable to the store value to the variable. Scanf function എന്ത് ചെയ്യുക, സ്ക്രീനിൽ ഇൻപുട്ട് ഡാറ്റ സ്വീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വേരിയബിൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്കാനഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് ഫാസ്റ്റാക്കാൻ പറഞ്ഞതിൻ്റെ പ്രീവിയസ് മൊഡ്യൂളിൽ നമ്മളിതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറയുന്നത് കേട്ടോ. സ്കാനഫ് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട് യൂസറെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അതെന്ത് ചെയ്യുക, ഒരു വേരിയബിൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സ്കാനഫ് ഫംഗ്ഷൻ stdio.h എന്നുള്ള ഹെഡർ ഫയലിലാണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ സിൻടാക്സ് നോക്കിയേ, സ്കാനഫ് %x, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർമാറ്റ് സ്പെസിഫയർ ആണ് കൊടുക്കുക, %f(x) അല്ലെങ്കിൽ ഇതിൻ്റെ അവിടെ %d %f കൊടുക്കും. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക, കോമ അഡ്രസ് സിമ്പിൾ കൊടുത്തിട്ട് വേരിയബിൾ നെയിം കൊടുക്കും. ഓക്കെ, നമ്മൾ പ്രിൻ്റ് എഫിൽ എങ്ങനെ കൊടുക്കുന്നത്, %d, x എന്ന് കൊടുത്താൽ മതിയായിരുന്നു അല്ലേ, അങ്ങോട്ട് വരുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ഒരു അഡ്രസ് സിമ്പിൾ കൊടുക്കണം. ആ മെമ്മറി അഡ്രസ്സിലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മെമ്മറി ആ അഡ്രസ്സിലോട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്, അഡ്രസ്സ് ഓപ്പറേഷനാണ് ആ അഡ്രസ് സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ %d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, വാല്യൂ എടുക്കും, എന്നിട്ട് കോമ എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് എന്ത് ചെയ്യും, കൊടുക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയേ, ഇൻപുട്ട് ഇൻറ്റിജർ വാല്യൂ, ഒരു ഇൻറ്റിജർ വാല്യൂ ഇൻപുട്ട് എടുക്കുന്നത് നോക്കാം.
നോക്കി ഞാൻ മുകളിലൊന്നും പറയുന്നില്ല. stdio.h എന്നുള്ള ഹെഡർ ഫയൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇൻറ്റ് യൂസർ ഇൻപുട്ട്, യൂസർ_ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ വേരിയബിളിൻ്റെ വേവ് ഇങ്ങനെ കൊടുക്കണമെന്നില്ല കേട്ടോ. എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേരിയബിളായി. എന്നിട്ട് എന്ത് ചെയ്യുക, %d എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത് യൂസർ ഇൻപുട്ടിൻ്റെ അവിടെ എക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് പ്ലീസ് എൻ്റർ എ നമ്പർ. അപ്പോൾ എന്തുണ്ടാവും, സ്ക്രീനിൽ ഇങ്ങനെ കർസർ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അതെന്തിനാണെന്നുള്ളത് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മെസ്സേജ് കൊടുത്തത്. പ്ലീസ് എൻ്റർ എ നമ്പർ. അപ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കും എൻ്റർ എ നമ്പർ എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വാല്യൂ നമ്മളവിടെ കൊടുക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ 10 കൊടുത്തു എന്ന് വിചാരിച്ചത്. അപ്പോൾ ആ 10 എന്ത് ചെയ്യും, ആ കൊടുത്ത ഉടനെ തന്നെ %d അത് സ്കാൻ ചെയ്യും. 10 എന്ത് ചെയ്യും, അതിലെടുത്തു. എന്നിട്ട് അഡ്രസ് ഓഫ് യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, യൂസർ ഇൻപുട്ട് എന്നുള്ളതിൽ എന്തായി 10 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്ത്, അല്ലെങ്കിൽ കീബോർഡ് നമ്മൾ എന്താണോ കൊടുത്തത് അത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രിൻ്റ് യു എൻ്റേർഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, %d, യൂസർ ഇൻപുട്ട്. അവിടെ %d കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ വേരിയബിൾ എന്താണ് വാല്യൂ അതായിരിക്കും പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കുക. കണ്ടോ, പ്ലീസ് എൻ്റർ എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ 7 കൊടുത്തു. യു എൻ്റേർഡ് എന്ന് പറഞ്ഞിട്ട് 7 എന്നുള്ളത് എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇവിടെ സ്കാനഫ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇനി അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് എന്തുണ്ട്, നമ്മളൊരു ഫ്ലോട്ട് വാല്യൂ എങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഫ്ലോട്ട് %f കൊടുത്തു, വേരിയബിളൊക്കെ അങ്ങനെ തന്നെ 7.002 കൊടുത്തു. 7.007 എന്നുള്ളത് എന്ത് ചെയ്തു, അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും ചെയ്യും. 7.007 കൊടുക്കും, അതന്നെ എന്ത് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. എന്താണോ കൊടുക്കുന്നത് അതതുപോലെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നതാണ്. പ്ലീസ് എൻ്റർ യുവർ ജെൻഡർ കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക M, F or O. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എൻ്റർ ചെയ്യണം എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, M കൊടുത്തു, M അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. അപ്പോൾ %c ആണ് ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ആയിട്ടുള്ള വാല്യൂസ് എങ്ങനെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രോഗ്രാമിൽ കാണിക്കുന്നത്. എൻ്റർ യുവർ ഏജ് ആൻഡ് ജെൻഡർ, ഏജും ജെൻഡർ കൊടുക്കുന്നത് M, F or O എന്നുള്ളത് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ വരും എൻ്റർ യുവർ ഏജ് ആൻഡ് ജെൻഡർ, എന്നിട്ട് 32 സ്പേസ് M എന്ന് കൊടുത്തു. സ്പേസ് കൊടുത്താൽ മതി. ആ സ്പേസ് വരെ ഭാഗം ആദ്യം റീഡ് ചെയ്യും, സ്പേസ് കഴിഞ്ഞതിന് ശേഷം അടുത്തതിലോട്ട് റീഡ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക. ഇപ്പോൾ 2 ഇൻറ്റിജർ വാല്യൂസ് എൻ്റർ ചെയ്യാനാണ് 10 സ്പേസ് 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 ആദ്യത്തെ വേരിയബിൾക്കും 20 എന്തുണ്ടാവും അടുത്ത വേരിയബിൾക്കായിട്ടാണ് അത് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്, 32 സ്പേസ് M കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, 32 എന്നുള്ളത് എന്ത് ചെയ്യും, ഏജിലോട്ട് കൊടുക്കും, M എന്നുള്ളത് ജെൻഡറിലോട്ട് കൊടുക്കും. മനസ്സിലായപ്പോൾ ഉണ്ട് അവിടെ %d, %c, അഡ്രസ് ഓഫ് ഏജ്, അഡ്രസ് ഓഫ് ജെൻഡർ റീഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം യു എൻ്റേർഡ് 32 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, %d ആൻഡ് %c. അപ്പോൾ എന്ത് ചെയ്യുക, 32 ആൻഡ് M എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇതാണ് ഈ പ്രോഗ്രാം. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ അവസാനിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് കെയറും പുട്ട് കെയറും അടുത്ത വീഡിയോസിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.